എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം അച്ചടക്കവും അടുക്കും ചിട്ടയും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും അതുപോലെ സമയ നിയന്ത്രണവും ഇങ്ങനെ എല്ലാം സാധ്യമാക്കുന്ന ഒരു ചെറിയ സാധനത്തിനെക്കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്റ്റിക്കി നോട്ട് പാഡ്. അതായത് ഇതുപോലെ ഈ സ്റ്റിക്കി നോട്ട് പാഡ്. അപ്പോൾ ഞാനിത് ഈ വീഡിയോ എടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് 25 വർഷം മുമ്പാണ് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം ആ ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചെയ്യാനുള്ള പല കാര്യങ്ങളും, പ്രൊജക്റ്റ് വർക്ക് അല്ലെങ്കിൽ ലാബിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പോർഷൻസ് തീരാനുള്ളത്, പഠിച്ച് തീരാനായിട്ടുള്ളത്, റിവിഷൻ ഉള്ളത്, ഇങ്ങനെയുള്ള പലതരം പോയിൻറ്റ്സ് എല്ലാം നല്ല അടുക്കും ചീട്ടോടും കൂടി ഈ സ്റ്റിക്കി നോട്ടായിട്ട് അവൻ താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജിൻ്റെ ആ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ അത് ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നു. അങ്ങനെ അവൻ അന്നു മുതലേ നല്ല കൃത്യനിഷ്ഠയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ US-ലെ ഒരു പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും വരുത്താൻ ഇത്രയും നല്ലൊരു ചെറിയൊരു സാധനമാണെങ്കിലും ഇത്രയും നല്ലൊരു വേറൊരു സംഗതിയില്ല. അതായത് ഞാനൊരു 10 വർഷമേ ഏകദേശമായുള്ളൂ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അന്നൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടാലും ഫോളോ ചെയ്യാൻ വേണ്ടി അന്ന് ആ പ്രായത്തിലൊന്നും അങ്ങനെ ഒന്നും ആലോചിക്കാറ് പോലുമില്ല. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പല നല്ല കാര്യങ്ങളും കൂട്ടുകാർ ചെയ്തിരുന്നതുമെല്ലാം അതൊക്കെ നമ്മൾ സമയം ഏറെ പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ ഈ ചാനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇനിയാണെങ്കിൽ എപ്പോഴെങ്കിലും കാണുന്നവർക്കുമൊക്കെ എന്തെങ്കിലും പ്രയോജനം ഒരു തരിയെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്കിത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റിക്കി നോട്ടിനെക്കുറിച്ച് പോലും പലതരം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഇതിനെ ഒരു എക്സ്റ്റേണൽ ബ്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് വെളിയിലുള്ള ഒരു ബ്രെയിൻ പോലെ തന്നെയാണ്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഓർഡർ അനുസരിച്ച് നമുക്കിങ്ങനെ നോട്ട് പെട്ടെന്ന് എഴുതിയിട്ട് വളരെ ഇൻസ്റ്റൻ്റായിട്ട് എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യേണ്ടത്, അടുത്ത ദിവസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ടത്, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അതുകൊണ്ട് അർജൻറ്റായിട്ടുള്ളതും ഉള്ളതൊക്കെ ഇതിന് തന്നെ പല നിറം. ഇതിപ്പോൾ യെല്ലോ കളറാണ്, ഇതിൻ്റെ തന്നെ റെഡ് ഉണ്ട്. അപ്പോൾ അത് അർജൻറ്റ് എന്നുള്ള രീതിയിൽ ആ റെഡ് വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഗ്രീൻ ആണെങ്കിൽ, ഒരുപാട് താമസിച്ചുള്ളതാണെങ്കിൽ, സേഫ് ആണെങ്കിൽ അത് ഗ്രീൻ പറ്റും. പിന്നെ അതിനേക്കാളും ഇടയ്ക്കുള്ള ഒരു ലെവലിലാണെങ്കിൽ ഓറഞ്ച് പറ്റും. അങ്ങനെ പലതരം നിറങ്ങളുള്ള ഈ സ്റ്റിക്കി നോട്ട് പാഡാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇത് ഓരോന്ന് കഴിയുമ്പോൾ ആ ഭിത്തിയിൽ നിന്ന് പറിച്ച് അത് നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇട്ടാൽ മതി. അങ്ങനെ ശരിക്കും ടൈം ബൗണ്ടായിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് ടൈം സെൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ചെറിയ കാര്യം ആണെങ്കിലും അത് വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താനായിട്ട് ഇതിന് കഴിവുണ്ട്. മാത്രമല്ല നല്ല അച്ചടക്കവും നിങ്ങളുടെ വർക്ക് ഔട്ട്പുട്ട് കൂട്ടാനും അതുപോലെ നിങ്ങളുടെ കാര്യനിർവഹണ ശേഷി കൂട്ടാനും സമയം ഒട്ടും കളയാതിരിക്കാനും, അതുപോലെ ഇത്രയും വർക്കുകൾ പെൻഡിങ് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങളിലുള്ള മടിയും അലസതയെല്ലാം ഓടിപ്പോവും. കാരണം ഇത്രയും വർക്ക് ചെയ്യാനുണ്ട്, അത് പറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർക്ക് കഴിയുമ്പോഴേക്കും ഇതുപോലെ പറിച്ചെടുക്കണം. അങ്ങനെ ഇത് വളരെയധികം സഹായിക്കും. മാത്രമല്ല ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ശീലിച്ച കാര്യമാണ്. വളരെയധികം നമ്മുടെ ടാസ്ക് എല്ലാം വളരെ എളുപ്പത്തിൽ തീർക്കാനും ഒന്നും മറന്നു പോകാതിരിക്കാനും, അതുപോലെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ചിന്തകൾ, അത് ആശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ബുക്ക് എഴുതാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ യൂട്യൂബിനോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിനോ അതെല്ലാം നമുക്ക് പെട്ടെന്ന് അതിനൊരു സൂചന എഴുതി വെക്കാൻ പറ്റും. അത് പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ രൂപപ്പെടുത്താൻ വേണ്ടി ഇത് വളരെയധികം നല്ല രീതിയിൽ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.